തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഹ്യൂമൻ ബോഡിക്ക് വളർച്ച കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്. 1,00,000 പേരിൽ 50,000 പേരിൽ ഒരാൾക്ക് ഈ ഗ്ലാൻഡ് വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരാളാണ് ഞാൻ. ദിവ്യ പ്ലീസ്. ഈ ദിവസത്തെ അവസാന മത്സരാർത്ഥിയായ താങ്കൾക്ക് സകുടുംബം ബേവാച്ചിൽ പോകാനുള്ള ബേവാച്ച് ഇൻഫർമേഷൻ എന്ന സെഗ്മെന്റിലേക്കുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ താങ്കൾക്ക് ബേവാച്ചിലേക്ക് പോകാം. ലോക പ്രശസ്തനായ സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ സർ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയ സ്റ്റീഫൻ ഹോക്കിൻസ് അടുത്ത കാലത്ത് അന്തരിച്ച ഞങ്ങളുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ഉജ്ജ്വലനായ കവിയായിരുന്ന ഡോക്ടർ സി പിന്റോ. ഇവർക്കെല്ലാം ബാധിച്ചത് വളരെ കോമൺ ആയ ഒരു രോഗമാണ്. ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് മാത്രം വരുന്ന ശരീരത്തിലെ പേശികൾ ഓരോന്നായി മരിക്കുന്ന ഒരു രോഗം. എന്താണ് സാർ ആ രോഗത്തിന്റെ പേര് എന്ന് പറയുന്നത്? ചോയ്സ് തരാം. മോട്ടോർ മസിൽ ഡിസീസ്, മോട്ടോർ ഇലക്ട്രോൺ ഡിസീസ്, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് ശരിയാണ് സർ. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗമാണ് സ്റ്റീഫൻ ഹോക്കിൻസിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട പിന്റോയ്ക്കും എല്ലാം ബാധിച്ചത്. സോ ഇസ് ഇറ്റ് അപ്രൂവ്ഡ് പാനൽ? അപ്രൂവ്ഡ്. സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ ഈ വ്യക്തിയെ. അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്ന രോഗത്തിൽ നിന്നും ജീവിതത്തിന്റെ ആരോഗ്യ അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് പ്രേക്ഷകരുടെയും എന്റെയും പ്രാർത്ഥന പങ്കുവച്ചുകൊണ്ട് ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. സർ, അങ്ങ് വിചാരിച്ചത് ഒരു ഭാരതീയനെയാണ്? അതെ. മലയാളിയാണ്. പുരുഷൻ. ജീവിച്ചിരിപ്പുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം. അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇവയിലൊന്നാണ് മേഖല? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതില്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഉദ്യോഗം, ബിസിനസ്? അതിലൊന്നിലാണ്. പ്രധാന പ്രശസ്തി സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഉദ്യോഗം, ബിസിനസ് ഇവയിലൊന്നിലാണ്. ഉദ്യോഗം? അതെ. യൂണിഫോം ഉള്ള ഉദ്യോഗം? അല്ല. ഇപ്പോഴും ഉദ്യോഗത്തിലുണ്ട്? ഉണ്ട്. ആപ്പിൾ കൗണ്ട് ഷോസ് 12 more. 10 ചോദ്യങ്ങൾ. യജ്ഞം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊന്നും? അല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗവൃത്തിയാണ്? അല്ല. സെൻട്രൽ ഗവൺമെന്റ് അല്ല? അല്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക വൃത്തിയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. യെസ്. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തിയാണ്? അല്ല. അദ്ദേഹം ഏതെങ്കിലും കോർപ്പറേഷനുകളുടെയോ ബോർഡുകളുടെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ തലവനായി സേവനമനുഷ്ഠിക്കുന്നു? തലവനായിട്ട് സേവനമനുഷ്ഠിക്കുന്നില്ല. ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്യോഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തി കാരണം, അല്ലെ? ഉദ്യോഗം. അതിന് നിയമവുമായി ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ കണക്ഷൻ, നിയമപരമായ സഹായം, അവകാശങ്ങൾ സംരക്ഷിക്കുക, അത്തരത്തിൽ ഏതെങ്കിലും ബന്ധമുള്ള ഒരു ഔദ്യോഗിക വൃത്തിയാണോ? അല്ല. ഓംബുഡ്സ്മാൻ എന്നൊക്കെ പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ്? അതെ, പൊതുമേഖലാ സ്ഥാപനം ആണ്. പിന്നെ പബ്ലിക് സെക്ടർ, KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പൊതുമേഖലാ സംരംഭത്തിലാണ്? പറയാൻ കഴിയില്ല. പൊതുമേഖലാ സംരംഭം എന്ന് പറയാൻ കഴിയില്ല. ആപ്പിൾ കൗണ്ട് ഷോസ് 6 more. രാജസൂയ. എന്തായാലും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതല്ല? അല്ല. തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം? ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വൃത്തി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണോ എന്നാണ്? ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. ആ വ്യക്തി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണോ എന്നനുസരിച്ചു? തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസാണ്. That means he is working in Trivandrum, അല്ലേ? No, he is working all over Kerala. But still അദ്ദേഹത്തിന്റേതായ ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകണമെന്നില്ല? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമാണോ എന്ന ചോദ്യത്തിന് അല്ല. പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരം ആണെങ്കിലും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്ത്. അതെ. വിദ്യാഭ്യാസവുമായോ ബാങ്കിങ്ങുമായോ ട്രാൻസ്പോർട്ടേഷനുമായോ ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വൃത്തിയാണോ അത്? അല്ല. ഇലക്ട്രോണിക്സുമായോ? ഇലക്ട്രോണിക്സുമായി ഇല്ല. മുഴുമിപ്പിക്കട്ടെ സർ. ഇലക്ട്രോണിക്സുമായോ പബ്ലിക് റിലേഷൻസുമായോ സോഷ്യൽ ആക്ടിവിസവുമായോ പരിസ്ഥിതിയുമായോ
നേരിട്ട് ബന്ധമുള്ള ഔദ്യോഗിക വൃത്തിയാണ് അദ്ദേഹത്തിന്റേത്? അല്ല. 20 ഏതെങ്കിലും പ്രത്യേക പ്രോഡക്റ്റുകളുള്ള ഫാക്ടറികൾ, വ്യവസായ സംരംഭങ്ങൾ ഇവയിലൊന്നാണ്? ഇല്ല. ക്ഷേത്രങ്ങളുമായോ ആരാധനാലയങ്ങളുമായോ ബന്ധപ്പെട്ടത്? ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം. അല്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക തൊഴിലുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രൊഫഷന് നേരിട്ട് അങ്ങനെ ബന്ധമില്ല. ബന്ധമുണ്ട്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ ഏറ്റവും ഉയർന്ന ആൾ അദ്ദേഹമല്ല എന്ന് പറഞ്ഞു. എന്റെ അവസാനത്തെ ചോദ്യം, അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം സ്ഥലപ്പേര് ഉണ്ടോ സർ? ഉണ്ട്. സോ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഐ ക്യാൻ ജസ്റ്റ് ഗോ ഫോർ എ വൈറ്റ് ഗസ്. യെസ് സർ. താങ്കൾ വിചാരിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗമായ ശ്രീ പുനലൂർ മധുവിനെയാണ്? അല്ല. പറയൂ സർ, ആരെയാണ് വിചാരിച്ചത്? ദേവസ്വം ബോർഡിൽ തന്നെ പാരമ്പര്യ ആനവൈദ്യനാണ് കൊളത്തൂർ മൊഴി ദാമോദരൻ നായർ. അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വളരെ ചുരുക്കം ആനവൈദ്യന്മാരേ ഉള്ളൂ, പരമ്പരാഗത വൈദ്യന്മാർ. അതിൽ പ്രശസ്തനാണ്. ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡിന്റെ പാനൽ മെമ്പറാണ്. അദ്ദേഹം ആനയുടെ മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും പ്രശസ്തമായ വൈദ്യസഹായം നൽകുന്ന ആളുമാണ്. BPM means knowledge. Knowledge means power. BPM Model Higher Secondary School, Peretil Varkala presents today's personality. C.N. ദാമോദരൻ നായർ. അറിയപ്പെടുന്നത് കുളത്തൂർ മൊഴി ദാമോദരൻ എന്നാണ്. കേരളത്തിലെ പേരുകേട്ട പാരമ്പര്യ ആന വൈദ്യനാണ് ഇദ്ദേഹം. 77 വയസ്സുള്ള ഇദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ്. Looking for a house? Settle for a home. India's first and only branded homemakers, Apple A Day Properties Private Limited. Tower, Palarivattam, Cochin 25. Biryani Hut. Occasions, festivals, get-togethers. Celebrate with biryani from Biryani.